മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതോടെ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കൂടുതൽ വിലപേശാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സഖ്യത്തിൽ താരതമ്യേന ഏറ്റവും പ്രഹരശേഷി കുറഞ്ഞ കക്ഷിയായാണ് കോൺഗ്രസിനെ കണക്കുകൂട്ടിയിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമാണ് ബലാബലത്തിൽ മാറ്റം വരുത്തിയത്. സംസ്ഥാനത്തെ ആകെയുള്ള 48 ലോക്സഭാ സീറ്റുകളിൽ 30 സീറ്റുകളിലാണ് മഹാവികാസ് അഘാഡി സഖ്യം വിജയിച്ചത്. ഇതിൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചത്. 13 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ 9 സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും 8 സീറ്റുകളിൽ NCP ശരത് പവാർ വിഭാഗവും വിജയിച്ചു. വിജയിച്ച വിമതൻ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2014 കോൺഗ്രസ് 2 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 19ൽ 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സഖ്യത്തിൽ ആവശ്യപ്പെടുമെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നു. 288ൽ 150 സീറ്റുകൾക്ക് കോൺഗ്രസിന് അർഹതയുണ്ടെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയുടെ പക്ഷം. സഖ്യത്തിലെ വല്യേട്ടനാണ് കോൺഗ്രസ് എന്നും പട്ടോളെ പറയുന്നുണ്ട്. എന്നാൽ സഖ്യത്തിൽ വല്യേട്ടനും ചെറിയേട്ടനുമൊന്നുമില്ല, എല്ലാവരും തുല്യരാണെന്നാണ് ശിവസേനയുടെ സഞ്ജയ് റാവത്തിന്റെ വാദം. MP-മാരുടെയും MLA-മാരുടെയും 2019ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 2ാം സ്ഥാനവും ഒക്കെ പരിഗണിച്ചാണ് സീറ്റ് വിഭജന ഫോർമുല. ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ പരിഗണിച്ച് പുതിയ ഫോർമുല വേണ്ടിവരും. ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ലഭിച്ചത് കാരണം ശിവസേനയ്ക്കും NCPക്കും ഞങ്ങളോടൊപ്പം നേട്ടമുണ്ടായി എന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത്. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ മേൽക്കൈ നേടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. 3 പാർട്ടികളുടെ സഖ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായതെന്നാണ് ശരത് പവാർ വിഭാഗത്തിലെ മറ്റൊരു മുതിർന്ന നേതാവ് പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് വിജയത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണെങ്കിലും BJP പാർട്ടിയെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ മാത്രം നേടിയിട്ട് സ്വയം പുകഴ്ത്തൽ നടത്തുന്ന കോൺഗ്രസിനെതിരെ പരിഹാസവുമായാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എത്തിയത്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പിലുമായി കോൺഗ്രസ് നേടിയ സീറ്റുകൾ ഈ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP നേടിയ സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത്. തുടർച്ചയായ 3ാം വട്ടവും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റു എന്നത് ചരിത്രപരമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കും. ഇതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. ആഗോളതലത്തിൽ ഇന്ന് ഇന്ത്യക്കുള്ള സ്ഥാനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ചതാണെന്നും മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഏതായാലും ഇതൊന്നും ചെവി കൊള്ളാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ്.